വിളിക്കുന്നേ? അനൂജ. ഹലോ 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 ടെസ്റ്റിംഗ്, ഹലോ ടെസ്റ്റിംഗ്. അവിടെ കേക്കാവോ? കേക്കാവോ? ഇവിടെ കേക്കാവോ? കേക്കാം. അപ്പൊ എല്ലാ സ്ഥലത്തും കേൾക്കാൻ പറ്റിയ സ്ഥിതിക്ക് ഞാനാണ് മൈക്ക്. സൗണ്ട് ഒക്കെ ചെക്ക് ചെയ്ത സ്ഥിതിക്ക് ഒരു പാട്ട് അങ്ങോട്ട് കീച്ചാം. നാടൻ പാട്ട് നിർത്ത്. ഞാൻ പാടും. നീ ഇങ്ങനെ നിർത്താതെ പാടിക്കഴിഞ്ഞാൽ എനിക്ക് ശ്വാസം മുട്ടും. അവസരം ഞാൻ ചത്തുപോകും. പിന്നെ ഈ പെട്ടിന്ന് വേറെ പെട്ടിലോട്ട് തന്നെ എടുക്കേണ്ടി വരും. ഞാൻ ഇവിടെ കിടന്ന് പാട്ടും പാടും ഡാൻസും കളിക്കും. ഡാൻസ് കളിക്കാന് നീ മൈക്കിൾ ജാക്സൺ ആണ്. നീ ഒരു മൈക്കലടാ, മൈക്ക്. ബോക്സ് അണ്ണൻ ഒരു കാര്യം അറിയാമോ? ഇപ്പൊ ഉത്സവപ്പറമ്പിൽ 10 മണിക്ക് ശേഷം നമുക്കൊന്ന് പാടാനോ ഒന്ന് മൂളാനോ ഒന്ന് അനങ്ങാനോ സ്വാതന്ത്ര്യമില്ല. ഈ രാത്രി 10 മണിക്ക് ശേഷം എന്തിനാണ് ഇവന്മാർ ഈ ഉത്സവപ്പറമ്പിൽ മൈക്ക് നിരോധിച്ചത്? അത് അണ്ണൻ ഇതുവരെ സംഭവം മനസ്സിലായി. പാവപ്പെട്ട കലാകാരന്മാരെ കഞ്ഞിയിൽ മണ്ണ് വാരിയിടാം. നമുക്ക് നാളെ വല്ല പരിപാടി ഉണ്ടോ? നാളെ നമ്മൾ സൗണ്ട്സ് ബുക്ക് ചെയ്തിട്ടുണ്ട്. എവിടാ? മറൈൻ ഡ്രൈവില്. അത് മുഖ്യമന്ത്രിയുടെ പരിപാടി. എന്റെ സൗണ്ട് ഈശ്വര. എന്ത്? അയ്യോ, മൈക്ക് അദ്ദേഹത്തിന്റെ പരിപാടിക്ക് ചെന്ന് അറിയാതെ നമ്മളൊന്ന് ഹൗളി ചെയ്യുകയോ ഒന്ന് ഇരക്കുകയോ ഒന്ന് നിൽക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ രണ്ടിലേക്കും എടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നാകും. അപ്പൊ നാളെ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് ഇരിക്കണം. ഈ കഴുത്തൊന്ന് തടവി തരാവോ? എന്ത് പറ്റിയടാ നിന്റെ കഴുത്തിന്? ഒന്നും പറയണ്ട. ഇന്നലെ ഒരു രാഷ്ട്രീയക്കാരുടെ പത്രസമ്മേളനത്തിന് പോയതാ. 6 രാഷ്ട്രീയക്കാരന്മാരെ നിരന്തരം എന്റെ കഴുത്തി പിടിച്ച് അങ്ങോട്ട് വലി ഇങ്ങോട്ട് വലി ഇങ്ങോട്ട്. എന്റെ പൊന്നെ, ഇങ്ങനെ മൈക്കോതിയുള്ള മനുഷ്യന്മാരുണ്ടോ? രാഷ്ട്രീയക്കാരന്മാരല്ലേ, ചെയ്തില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. യുമാർ ഇലക്ഷൻ സമയത്ത് നമ്മളെ വിളിക്കും. ഇലക്ഷന്റെ കാര്യം ഓർമ്മിപ്പിക്കല്ലേ. ഇലക്ഷൻ എന്ന് പറയുമ്പോഴേ ഒരു വണ്ടി വിളിക്കും, അണ്ണനെ എടുത്ത് മുകളിൽ കെട്ടും, എന്നെ എടുത്ത് കയ്യിലോട്ട് പിടിച്ചിട്ട് ഉള്ള സ്ഥലത്ത് മൊത്തം ചെന്നു എന്തെല്ലാം നുണകളാണ് അടിച്ചിറക്കണത്. ഇതെല്ലാം കേൾക്കണത് എന്റെ മുമ്പിൽ കൂടെ എന്നല്ലേ പറയുന്നത്? എന്റെ മുമ്പിലാണ് പറയുന്നെങ്കിൽ ഇതൊക്കെ ജനങ്ങൾ കേൾക്കുന്ന ഇതുവഴിയല്ലേ? അതാണ് എന്റെ വിഷമം. യവന്മാർ ഇതെല്ലാം പറഞ്ഞിട്ട് അങ്ങ് പോകും. ആ പഞ്ചായത്തിൽ പോലും പിന്നെ തിരിഞ്ഞു നോക്കൂല. പിന്നെ നാട്ടുകാർ മൊത്തം പ്രാവുന്ന ഞങ്ങളെയാ. നീയൊക്കെ മൈക്കെടുത്തോ ചെന്തറാ പറഞ്ഞത്? എന്നിട്ട് നീയൊക്കെ എവിടെയാടാ? ഇവരെ നാട്ടുകാരുടെ പ്രാക്ക് നമ്മൾ കേൾക്കണ്ട വല്ല കാര്യമുണ്ടോ? നീ പറഞ്ഞ സത്യം. ഹലോ 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 ഹലോ. അത് വേറൊന്നും അല്ല, ഒരു മാസത്തെ വിദേശ പര്യടനം കഴിഞ്ഞ് ഹൗളിങ് വരുമല്ലേ. ഹൗളിങ് പറഞ്ഞ ഹൗളിങ് അല്ല, അവള് ഇങ്ങ് വരുമല്ലേ. എന്റെ പെണ്ണ് പെൺഡ്രൈവ്. നിന്റെ പെണ്ണ് പെൺഡ്രൈവ്. അതാണ് ഇത്ര വലിയ സന്തോഷം അല്ലേ? എന്റെ പെണ്ണ് പെൺഡ്രൈവ് എത്തി. ഇനി നിങ്ങളുടെ റൊമാൻസിന്റെ ഇടയില് ഞാനൊരു എർത്താവുന്നില്ല. ഞാൻ അങ്ങോട്ട് അപ്പുറത്ത് മേശപ്പുറത്ത് പോയി ഇങ്ങോട്ട് നോക്കിയിരിക്കാം. അങ്ങോട്ട് നോക്കിയാ അല്ല, അവിടെ പോയി അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് ആരെങ്കിലും വരുന്നുണ്ടോ നോക്കിയിരിക്കാന്ന്. ഹലോ ഹലോ, എന്താ മൈക്കണ്ണൻ ഒരു പരിഭവം? നീ ഒന്നും പറയണ്ട. നീ വിദേശ പര്യടനത്തിന് പോയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരുന്നത് ഈ ദിവസം വരെ ഞാൻ കലണ്ടറിൽ നോക്കി എണ്ണി എണ്ണി എക്കോ ഇട്ടാണിരുന്നത്. നിനക്കറിയാമോ? 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 ഒന്ന് പോ, ഒരു എക്കോ. ഒന്ന് പോയേ. ഒന്ന് നിക്കേ. നീയേ അമേരിക്കൻ പരിപാടിക്ക് പോയി അവിടെ നടത്തിയ സംഭവങ്ങളൊക്കെ ഞാൻ അറിഞ്ഞ്. നീ ഒരു സായിപ്പിന്റെ സിസ്റ്റമായിട്ട് കണക്ട് ചെയ്തതും നിങ്ങൾ പ്രോഗ്രാം അവതരിപ്പിച്ചതും ഞാൻ അറിഞ്ഞു. അതിനിപ്പോ എന്താ കുഴപ്പം? പിന്നെ എനിക്ക് ഏതെങ്കിലും ഒരു സിസ്റ്റമായിട്ട് കണക്ട് ചെയ്താലല്ലേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഞാൻ അവിടെ പോയി എന്തോ ചെയ്യും? കാണാൻ കൊള്ളാവുന്ന പെൺഡ്രൈവുകളെ കാണുമ്പോ സിസ്റ്റം കണക്ട് ചെയ്യാനായിട്ട് വരും. പക്ഷേ വൈറസ് കയറാതെ നോക്കിയാൽ നിനക്ക് ദുഃഖിച്ചാൽ സൂക്ഷിക്കണ്ട. അല്ല, സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. അങ്ങനെ വൈറസ് കയറിയാ എനിക്ക് ഫോർമാറ്റ് ചെയ്യാനും അറിയാം. അതൊക്കെ പോട്ടെ, ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഇത്രയും വലിയ വലിയ ആർട്ടിസ്റ്റുകൾ പോയിട്ട് 4.5 മണിക്കൂർ പരിപാടി ചെയ്യണടുത്തേ ഈ ചെറിയ ഞാനില്ലെങ്കിലേ ആ പരിപാടി അങ്ങ് പൊളിയും. എവള് പറയണേട്ടാ, ഇത്രയും വലിയ പരിപാടിയിൽ ചെറിയ എവള് അല്ലെങ്കിൽ പരിപാടി പൊളിയോ? അയ്യോ, അതെന്തോന്ന് അറിഞ്ഞൂടെ മൈക്കണ്ണ? അതെ, ഈ ചില പാട്ടുകാരും മിമിക്രിക്കാരും ഒക്കെ
ചുണ്ടനക്കത്തേ ഉള്ളൂ, പണി എടുക്കണത് മുഴുവനും ഞാനാണ്. അപ്പൊ ഇത് പറ്റിപ്പായിരുന്നല്ലേ? അങ്ങനെ പറ്റിപ്പത്തെ പറയാൻ പറ്റൂല, അതാണ് പ്ലസ്. നാട്ടുകാരെ മൊത്തവും പറ്റിച്ചിട്ട് അതിന് പേരിട്ട് വെച്ചേക്കണ് പ്ലസ് എന്ന്, അതാണ് മൈനസ്. പക്ഷേ അങ്ങനെ നമ്മളെ പൂർവികർ അങ്ങനെയല്ല. പക്ഷെ ഞാനൊരു കാര്യം പറയാം, പണ്ട് മിമിക്രി കലാകാരന്മാർ സ്റ്റേജിലോട്ട് കയറിയിട്ട് 4 മൈക്ക് ഇങ്ങനെ നിരത്തി വെച്ചിട്ട് അവരോടൊരു കലാപ്രകടനം ഉണ്ടായിരുന്നു, സ്വന്തം കണ്ടനാളങ്ങളുണ്ട്. ഹോ, അത് ഓർക്കുമ്പോ തന്നെ ഒരു രോമാഞ്ചം വരും. ഓ, ഞാൻ രോമാഞ്ചമായിട്ട് അങ്ങ് നിന്നുപോയി. പക്ഷെ ഇനി മുതൽ നിന്നെ ഞാൻ കട്ടപ്പേന്നേ വിളിക്കൂ. അയ്യോ, അതെന്താണ്? നിന്നെ ഈ പുറകിൽ നിന്നല്ലേ കുത്തുന്നത്, അതുകൊണ്ട് നിന്നെ കട്ടപ്പേന്ന് വിളിക്കുന്നതാണ് എനിക്ക് ഇഷ്ടം. എനിക്കൊന്ന് വാട്സപ്പ് ചെയ്യോ? എല്ലാ ദിവസവും കേട്ട് ചിരിക്കാനാണ്? അല്ല, അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാനാ. കണ്ട ദേശത്ത് പോയിട്ട് സായിപ്പന്മാരുമായിട്ട് കണക്ട് ചെയ്തപ്പം ഇവക്ക് അനൂജ കമ്പനിയിലെ മൈക്കിനോട് പുച്ഛം. പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കും, നിനക്ക് ഞാനേ ഉണ്ടാവുള്ളൂ കേട്ടോ. നിനക്കിപ്പോ എന്നോട് പഴയ ഒരു സ്നേഹവും ഇല്ല, നീ ഒട്ടും റൊമാൻറ്റിക് അല്ല. മൈക്കണ്ണ, മൈക്കണ്ണ, മൈക്കണ്ണ. കയ്യടാ എന്റെ പെണ്ണിന് കണക്ഷൻ നോക്കാൻ കൊടുക്കാനാണ്. പോടാ. ഒരു കാര്യം പറയാം, ആ മൈക്ക് നിന്നോട് വന്നു കഴിഞ്ഞാൽ അവന് കണക്ഷൻ തരാൻ പറ്റേയില്ല. ഇങ്ങോട്ട് നോക്ക്, എത്ര കണക്ഷൻ എന്ന് കണ്ട, എത്ര പോർട്ടെന്ന് കണ്ട, നമുക്ക് ഏതെങ്കിലും ഈസ്റ്റോട്ട് പോയി അടിച്ചു വിളി ജീവിക്കാം. നീ ഈ നാട്ടിലെ ചെറുപ്പക്കാർ മൊത്തം പാട്ട് കേൾപ്പിച്ച് നശിപ്പിക്കുമല്ലേടാ? പാട്ട് കേട്ട് നശിച്ച ആരെങ്കിലും ഉണ്ടാ? ആരെങ്കിലും നശിച്ചോ പാട്ട് കേട്ട്? എടാ, പണ്ട് നമ്മളെയൊക്കെ ഏതെങ്കിലും ഒരു നല്ല സ്ഥലത്ത് കൊണ്ടിരുത്തുമായിരുന്നു. നിന്നെ കണ്ട വാഴപ്പടയിലും തെങ്ങും തോട്ടത്തിലൊക്കെ വലിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേരല്ലാടാ നിന്റെ പാട്ട് കേൾക്കണത്. ഷുഗറിലോ ആയതല്ല, അവന്റെ ബാറ്ററിയുടെ ചാർജ് തീർന്നതാ. കണ്ടാടാ, ഒരു ദിവസം കറണ്ട് ഇല്ലെങ്കിൽ തീരാവുന്നതേ ഉള്ളടാ നിന്റെ ജീവിതം. ഉള്ള ചാർജ് പിടിക്കാം. അവിടെ എന്റെ പെണ്ണാണ്. നിന്നെ ഞാൻ കൊല്ലും. എടാ, നിന്നെ ഞാൻ കൊല്ലും. നിന്നെ ഞാൻ കൊല്ലും. എന്തിനാ ഒരു പെണ്ണിന് വേണ്ടി തമ്മി തരണത്? നമ്മളെല്ലാവരും മനുഷ്യരല്ല, ഇലക്ട്രോണിക് ഉപകരണങ്ങളാണ്, അറിയാവോ? ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഫീൽഡ് ഔട്ട് ആവും. അറിയാമല്ലോ ഒരു മൊബൈൽ ഫോണിന്റെ കാര്യം. ആ മൊബൈൽ ഫോൺ ബിരുദം വന്നതിന് ശേഷം എന്തൊക്കെയാണെന്ന് അറിയാമോ ഫീൽഡ് ഔട്ട് ആയത്? ടേപ്പ് റെക്കോർഡർ, കാസറ്റ്, ക്യാമറ, VCD, VCR, ടോർച്ച്, കാൽക്കുലേറ്റർ, റേഡിയോ, ടൈം പീസ്. ഇതാ പോരാഞ്ഞിട്ട് സുഭാഷിന്റെ പെണ്ണും പിള്ളേ. ഓ എടാ, ഈ മൊബൈൽ ഫോൺ കാരണമാണ് 2 പിള്ളേരെ കളഞ്ഞിട്ട് സുഭാഷിന്റെ പെണ്ണുമ്പിള്ള വേർത്തിനോട് ഇറങ്ങിപ്പോയത്. അറിയാവോ, ശാസ്ത്രം മാറിക്കൊണ്ടിരിക്കുകയാണ്, ടെക്നോളജി ഒക്കെ വളർന്ന്. അതുകൊണ്ടൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാൻ, തമ്മി തല്ലരുത്. നീ കേട്ടിട്ടില്ലേ, ഇന്ന് ഞാൻ നാളെ നീ. പിന്നെ ഒരു സമ്മാനം എന്ന് പറയാനായിട്ട്, നമ്മൾ ഫീൽഡ് ഔട്ട് ആയിരുന്നാലും നമ്മളെ മനസ്സുകൊണ്ട് ചേർത്തെത്തുന്ന കുറെ കലാകാരന്മാരുണ്ട് അല്ലേ? അത് അണ്ണം പറഞ്ഞ ശരിയാ. ഇന്ന് സിനിമാ മേഖലയിലൊക്കെ തിളങ്ങി നിൽക്കുന്ന പല കലാകാരന്മാരും പണ്ട് അവരുടെ കലാപ്രകടനങ്ങൾ എൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചാ തുടങ്ങിയത്. അവര് തട്ടയിലോട്ട് കയറി എന്നെ തൊഴുത് തുടങ്ങുന്ന കലാപ്രകടനങ്ങളുണ്ടല്ലോ, അവരുടെ ആ ഗുരുത്വമാണ് അവരെ ഇന്ന് വലിയ നിലകളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ശരിയാ, അവരുടെ എല്ലാവരുടെയും വളർച്ചയിൽ നമുക്കെല്ലാവർക്കും ഒരുപോലെ പങ്കുണ്ട്. അതിൽ നമുക്ക് സന്തോഷിക്കാം, അതിൽ നമുക്ക് അഭിമാനിക്കാം. Comedy.